അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കു കുക്കിന്റെ പുതിയൊരു ഗ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാം ആദ്യം തന്നെ ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് ഉഷാറാക്കി. ഈ ഞായറാഴ്ച നിങ്ങൾ 12 മണിക്ക് വിശന്നിരിക്കുന്ന സമയത്ത് ഒരു പാട്ടും കേട്ട് അയല പൊരിച്ചതും കുറച്ച് ചിക്കൻ വറുത്തതൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തൊരു പാട്ടി തുടങ്ങാന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളിവിടെ എത്തി. ഞാൻ നോക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് ചിക്കനാണ് ഗൈസ്. നമുക്കറിയാം ചിക്കൻ കഴിക്കുമ്പോൾ നോൺ വെജ് പ്രേമികൾക്കറിയാം ചിക്കൻ, ബീഫ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ടേസ്റ്റായിട്ട് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാന്നുള്ളത്. അപ്പം നമ്മുടെ ഷെഫിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇന്ന് എന്ത് രീതിയിൽ എന്ത് ചിക്കനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അത് ഷെഫ് വരുമ്പോൾ ഷെഫിനോട് തന്നെ ചോദിക്കണം. അപ്പം നമുക്കിവിടെ ഓൾറെഡി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി വെച്ചിട്ടുണ്ട്, മുളകുണ്ട്, എല്ലാ പരിപാടികളും ഇവിടെ മസാലയുണ്ട്, എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റിനെ കൂടെ വിളിച്ചിട്ട് നമ്മുടെ നേരെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നളൻ. നമസ്കാരം, വെൽക്കം അഗെയിൻ. നമ്മുടെ പ്രേക്ഷകർക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, എപ്പോഴും ഷെഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വിശേഷം എന്താണെന്ന് ചുമ്മാ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചെറിയൊരു ടാസ്ക്, കുഞ്ഞു ഷെഫ് ആയതുകൊണ്ട് അതൊക്കെ സില്ലി ആയിട്ട് ചെയ്യും, ബിക്കോസ് ഷെഫ് ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിന്റെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു 5-6 ലെറ്റർ ഞാൻ പറയും. ആ ലെറ്ററിൽ ഞാൻ പറയുമ്പോൾ വരുന്ന എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ അല്ലെങ്കിൽ ഡിഷ്. എനിക്കൊരു ടാസ്ക് സെറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഇത് ഈസി അല്ലേ ആയിരിക്കണം, ഇപ്പൊ നമ്മൾ ഇല്ല ഒരു 6-7 ലെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് ഒരു കാണുമ്പോ ഒരു കൗതുകം വേണമല്ലോ. അതെ, ഇപ്പൊ ഡിഷ് ആണെങ്കിൽ നമ്മൾ കരിക്കും ബിരിയാണി ഒക്കെ ചെയ്തായിരുന്നല്ലോ. ഇപ്പൊ വെച്ച് പറയുകയാണെങ്കിൽ കരിക്കും ബിരിയാണി അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരു കൗതുകം ഉണ്ടാവല്ലോ, മൈ ഗോഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഓക്കെ വി കൊണ്ടൊരു ഡിഷ് പറയണം. ആലോചിക്കാനുള്ള സമയം, സംസാരിച്ചങ്ങോട്ട് ആലോചിക്കാനുള്ള സമയം എടുക്കുക. വെജിറ്റബിൾ അതല്ലേ വി കൊണ്ട്? അല്ലല്ല, ഒരു വെജിറ്റബിൾ, ഇന്നൊരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഇന്നൊരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഇന്നൊരു ഡിഷ്. ഫ്രൂട്ട് വി കൊണ്ടുണ്ടോ? വാഴ. അത് മലയാളത്തിലൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇത് കള്ളക്കളിയാണ്. ഡിഷ് എഗ് കറി. ഓക്കെ, പിന്നെ വരുന്നത് ജിഞ്ചർ കറി. ജിഞ്ചർ കറിയോ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അടുത്തത് ഞാൻ കുറച്ച് യുനോ അല്ലേ. ഓക്കെ, അടുത്തത് വേഗം പറയുകയാണെങ്കിൽ നമ്മുടെ ഇത് W. വാട്ടർമെലൺ. ഓക്കെ, അടിപൊളി. P. പൈനാപ്പിൾ. ഓ, ഭയങ്കര എളുപ്പമായി പോയല്ല. ഡിഷ് ഹോംവർക്ക് ആദ്യത്തെ മാത്രമേ ചെയ്തോളൂ. ഡിഷ് പറയാം. P വെച്ചിട്ടോ ഡിഷ്. ഷെഫിന്റെ ഒരു പാൽക്കറി. ശരിയാ. Z കൊണ്ടൊരു കറി. സുക്കീനി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, പിന്നെ വായിച്ചാളെ. സുക്കിയൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒരു സുക്കീനി എന്ന് പറയുന്നൊരു വെജിറ്റബിൾ ആണ്. സുക്കീനി ഒരു ഇംഗ്ലീഷ് വെജിറ്റബിൾ ആണ്. ഇംഗ്ലീഷുകാർ മാത്രമേ കഴിക്കുള്ളൂ, മലയാളികൾ കഴിക്കുന്ന ആർക്കും കഴിക്കാം. പക്ഷെ അത് കേരളത്തിൽ ഉണ്ടാവുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നേക്കാണ്. ഓക്കെ, നമ്മള് ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടു ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. എന്ത് ചിക്കൻ ആണെന്നുള്ളത് ഇതുവരെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുമല്ലോ ഷെഫ് ആയതുകൊണ്ട്. അതെ, താരത്തിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പൊതുവെ നമ്മള് ഗസ്റ്റ് വരുന്ന സമയത്ത് ഷെഫ് ഫുൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയായിരിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നല്ലപോലെ കുക്കിംഗ് ഒക്കെ അറിയാം. ഷെഫിന്റെ റെസിപ്പിയാണെന്ന് ചെയ്യുന്നത്, പക്ഷെ നന്നായി കുക്കിംഗ് ഒക്കെ അറിയാവുന്ന. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് അറിയാലോ. അത് ഓർമ്മയുണ്ട്. വലിയൊരു കലാകാരൻ വന്ന് വലിച്ചു കീറി നമ്മളോട് പറഞ്ഞു വിട്ടത്. അതെ, പക്ഷെ ഇത് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ചേച്ചിയുടെ ടീമിലാണ് എപ്പോഴത്തെയും പോലെ തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ സ്വന്തം ലക്ഷ്യപ്രിയ ചേച്ചിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. വെൽക്കം ലക്ഷ്യപ്രിയ ചേച്ചി. താങ്ക് യു. അടിപൊളി ചേച്ചി, ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാനും
ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം നമ്മളിപ്പോ കൂട്ടുകൂടണ്ട. നമ്മളൊരു ടീമാണ് ചേച്ചി, നമ്മൾ രണ്ടുപേരാണ് ടീം. വന്നപ്പോഴേ കുത്തിത്തിരിപ്പോടായി. ഈ ചാനലിനകത്ത് ഈ കുട്ടിയുടെ പേര് മാറ്റിയിട്ട് ശകുനി എന്നിടുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എന്തൊക്കെയാണ് ചേച്ചി വിശേഷങ്ങൾ വീട്ടില്? മാധു ഇപ്പൊ ഒരു സെലിബ്രിറ്റി. മാധു മാത്രല്ല, ജയശേട്ടനും സുഖമായിട്ടിരിക്കുന്നു. അതെ അല്ലെ, കുറെ ആൾക്കാര് വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മള് ഡിവോഴ്സ് ആവാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നു? ഒന്നും വിശ്വസിക്കരുത്. ജയശേട്ടൻ രാവിലെ വണ്ടി വിളിക്കാൻ വന്നപ്പോ കണ്ടല്ലോ, പെട്ടിയൊക്കെ പുറത്തെടുത്ത് യാത്ര അവിടെ യാത്ര അയക്കുന്ന ഫുൾ ടൈം ചേട്ടൻ അവിടെ നിന്ന് നോക്കി ടാറ്റയൊക്കെ പറഞ്ഞ്. അത് പണ്ട് 18 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. 18 വയസ്സ് തൊട്ടിട്ട് ഇത്രയും നാളായിട്ടും ചേട്ടൻ അങ്ങനെ തന്നെയാണ്. ചേട്ടൻ വീട്ടിൽ തന്നെയുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പിടുത്തവും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കുക്കിംഗ് പരിപാടിയിലോട്ട് നേരെ കടക്കാം. അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ സ്പെഷ്യൽ? ചിക്കൻ ആണെന്ന് ചേച്ചി കണ്ടല്ലോ, എന്തായിരിക്കും ചേച്ചി ഒന്ന് ഗസ് ചെയ്തു? ചിലപ്പോ ചിക്കൻ റോസ്റ്റ് ആയിരിക്കാം. ഉള്ളി കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കിന്ന് സന്തോഷം, സവോള കൂടുതലുണ്ടല്ലോ, അപ്പൊ ചിലപ്പോ റോസ്റ്റ് ആയിരിക്കാം. അതിന്റെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ചിലപ്പോ ഒരു ഗ്രേവി, ഒരു കുറുകിയ ഒരു ഗ്രേവി ആയിരിക്കാം. കാന്താരി ഉള്ളത് കൊണ്ട് ഇനിയും കാന്താരി ഇട്ട ഒരു ചിക്കൻ റോസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്താണ് ഡിഷിന്റെ പേര് നമുക്ക് പറയണോ? തേക്കല. അതെ, നമ്മൾ ഇന്ന് തേക്കലയിൽ ചിക്കൻ റോസ്റ്റ് വയ്ക്കാൻ പോകും. അല്ല, തേക്കല കരിഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ? അത് കരിയാതെ നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. തേക്കലയിൽ ഈ കറിയുടെ പേര് തന്നെ തേക്കലയിൽ ചിക്കൻ റോസ്റ്റ് എന്നാണ്. തേക്കലയിൽ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തുടങ്ങാൻ പോവാണ്. ഇതിനകത്ത് ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി. അതൊന്നും കാണുന്നില്ലല്ലോ. ഇല്ലല്ലേ? അപ്പൊ അതൊന്നും ഇല്ലാതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ശരി, തുടങ്ങാം. സ്പെഷ്യൽ. ഓക്കെ, നമ്മളിപ്പോ അതിലേക്ക് ഒരു സ്പൂൺ എടുക്കുന്നു. ഞാനിവിടെ ഹെൽപ്പർ ഞാൻ ഇവിടെ കണ്ടില്ല കേട്ടില്ല. ഷെഫിന്റെ മാജിക് മസാല എടുക്കുന്നു. ഞങ്ങൾ ഇവിടെ അത് ഉപ്പെടുക്കണം. കുഴപ്പമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. ഉപ്പിടാൻ പാടില്ലേ? ഇത് ഉപ്പ് തന്നെയല്ലേ? പക്ഷേ എനിക്ക് ഷെഫിന്റെ ഹലോ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അതേപോലെ ചെയ്യണം. അയാൾ എന്തെങ്കിലും കുളമാക്കിയാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാനല്ല, എനിക്ക് തോന്നുന്നു ഷെഫ് ഇവിടെ ഷെഫിന്റെ റെസിപ്പിയെ നമ്മളെ കൊണ്ട് സമ്മതിക്കുള്ളൂ. അനുസരണശീലം പണ്ടേ ഇല്ല ഷെഫേ. അതെ, അതുകൊണ്ട് ചേച്ചി അപ്പൊ എന്തൊക്കെ ഇട്ടെ? ഇനി ഇതൊരു 1.5 ഇനിയിപ്പോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാ മതി. അത് ഇനിയിപ്പോ എത്ര സ്പൂൺ ഇട്ടത്? അത് ഞാനാ? മൊത്തം വേണോ? ഓക്കെ. അപ്പൊ ഇവിടെ വെളുത്തുള്ളി എന്നോട് ചതയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. തേക്കലയിൽ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ മസാലകൾ ഉപയോഗിക്കാം. ഷെഫിന്റെ മസാല ഉപയോഗിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ചിക്കൻ മസാല എന്താ വെച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പയർ യൂസ് ചെയ്യാം. കുറച്ച് നേരമായല്ലോ തുടങ്ങിയിട്ട് ചേച്ചി. ഇപ്പൊ മനസ്സിലായി ഇങ്ങനെ ചതയ്ക്കുന്ന കണ്ടോ? വിരല് മാറ്റിക്കണം. റെഡി. അപ്പൊ ലക്ഷ്മി ചേച്ചിയും മൊത്തം കൊടുത്തു. ഇനി അടുത്ത് എന്താ? ഇത് ഞാൻ ചെയ്യാം. വേണ്ട, ചതച്ചോ. പെട്ടെന്ന് കിട്ടുന്നില്ല. അത് നമ്മള് സംസാരിക്കുന്ന സമയത്ത് ഇത് ചതച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കത്തില്ല. അതുകൊണ്ടാണ്. എന്നാ പിന്നെ എല്ലാരും സിപ്പ് ക്ലോസ്. ഓക്കെ, ലിപ്സ് സീൽ. മതിയോ? ഓക്കെ, ഷെഫ് എടുത്തോളൂ. ചേച്ചിക്ക് കുറച്ചുകൂടെ ചതയണം. ഓക്കെ ഓക്കെ, റെഡി. തുടങ്ങിയാലോ? തുടങ്ങരുത്. എന്റെ ഇഞ്ചി ഇവിടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അമ്മയുടെ കൂടെ ഇടി, കയ്യിൽ വെച്ചോ, കഴിഞ്ഞെടുത്തോ. അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കാനും പറ്റും. ഇതേ ചതച്ച് കൊണ്ടുവന്ന് വെക്കാൻ അറിയാഞ്ഞിട്ടല്ല, നേഹയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എനിക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ആകെ വല്ലപ്പോഴും വീട്ടുകാർ പോലും ഇത് കാണുമ്പോഴേ അമ്മേനെ വിളിച്ചിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞേ അടുക്കളയിൽ കയറാത്ത അവളെ ഷെഫ് ഈ ഞാൻ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. കണ്ടോ? പിന്നെ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. അന്നെങ്ങാണ്ട് ഷെഫിന് ഒരു ദിവസം ഉണ്ടാക്കി തരാം. ചേച്ചിക്ക് കുറച്ചുകൂടി.
അപ്പൊ നമ്മൾ കത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് ഷെഫ്. അത് രണ്ടായിട്ട് ഇതാക്കി അതിന്റെ കുരു എടുത്ത് കളയുന്നു. ഓക്കെ, റെഡിയാണ്. അപ്പൊ നമ്മള് മാരിനേറ്റ് ചെയ്ത് ഇനി മാറ്റി വെക്കുവാണോ? മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമ്മള് പണി തുടങ്ങാൻ പോവാണ്. ഓക്കെ, റെഡി. ശടപടേന്നായിരിക്കും. റെഡി. ഓക്കെ, കത്തിയാ കത്തി. നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയറിന്റെ. ഞാനതിപ്പോ ചോദിക്കാൻ വരുമായിരുന്നു, ഇത് ഏതാ ഈ പാത്രം? നല്ല പാത്രം. ഇത് ചട്ടിയാണോ അല്ലെങ്കിൽ ഇരുമ്പാണോ, ഇത് നോൺ സ്റ്റിക്ക് ആണോ ചോദിക്കാൻ വരുമായിരുന്നു. നല്ല പാത്രല്ലേ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അത് നമ്മളല്ല ഇപ്പൊ പറയുന്നു. നമ്മൾ കുക്ക് വെയർ ആണ്. യൂട്ടൻസിൽ കുക്ക് വെയർ ആണ്. യൂട്ടൻസിൽ കുക്ക് വെയർ. അപ്പൊ ഇത് ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി പീസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്. മനുഷ്യൻ അവിടെ എന്തൊക്കെയാ ചെയ്തത്? ഞാൻ നോക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. കറിവേപ്പില. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇത് ഐ തിങ്ക് ഇഞ്ചി. കറിവേപ്പില, കുറച്ച് ഇഞ്ചി. എന്നിട്ട് ഇത് നമുക്ക് തന്നു തേക്കില. കുറച്ച് കറിവേപ്പില ഇട്ടു. എന്റെ എണ്ണ ഇച്ചിരി തിളയ്ക്കാനുണ്ട് ഷെഫേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമോ? ഇതിങ്ങനെ മുറിക്കുന്നല്ലോ. ഒരു സൈഡ് മുറിച്ചെടുത്തു. അല്ല എന്താണ്? കണ്ടുപിടിച്ചോണം. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ചേച്ചിന്റെ കൂടെ അല്ലേ, അപ്പൊ എനിക്ക് ഇച്ചിരി സമയം. അപ്പൊ ഞാൻ ഓർത്ത് ചിക്കൻ റോസ്റ്റ് നമ്മൾ ഇതിൽ പൊതിയുന്നു. ഇത് ചേച്ചി ഇതിങ്ങനെ മുറിച്ചിട്ട് ഞാൻ മുറിക്കണോ? ഓക്കെ, ഇവിടെ ഇട്ടു. അത് വരട്ടെ. എന്താ ടൈമിങ് തെറ്റിപ്പോയല്ലേ. എന്നിട്ട് ഇട്ടത് ഞാൻ പിന്നെ രാജാസാഹിബ് ആവും. ഗസ്റ്റിനെ വിളിച്ചോണ്ട് വന്നിട്ടേ, ഗസ്റ്റിനെ അത്ര മതി. ഗസ്റ്റ് വിളിച്ചോണ്ട് വരുമ്പോ ഗസ്റ്റിന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യണമെന്ന്. മര്യാദക്ക് നോക്കി കണ്ട് പഠിച്ചോണം. ലാസ്റ്റ് സ്വന്തമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട്. അതെ, നമ്മൾ കുറച്ച് സ്റ്റൈലിലാണല്ല. ഇതിട്ടു. എന്നിട്ട് നമ്മള് ചിക്കൻ, നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇപ്പൊ എടുത്തിടാണ്. ഇട്ടു. ഇട്ടായിരുന്നു. എന്റെ മിസ്റ്റേക്ക്. മൊത്തം ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഷോ ആണ് കേട്ടാ. വെറുതെ ഷോ. ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ. അപ്പം നമ്മളിവിടെ ഷെഫ് ഉപ്പിട്ടിട്ടില്ല. പക്ഷെ ലക്ഷ്മി ചേച്ചി ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പിട്ടിട്ടാണ് തുടങ്ങിയത്. ഇൻഫോർമേഷൻ. വാർണിംഗ് ഒന്നല്ല, ഇൻഫോർമേഷൻ. ഞാൻ പറഞ്ഞു ഞാൻ ഉത്തരവാദിയല്ല, വാർണിംഗ്. ഓക്കെ, റെഡി അല്ലേ? ഇനി എന്താണ് ഇനി എന്തെടുത്ത് ഒഴിക്കണത്? അതാ ഇത്. അതെന്തായിരുന്നു ആ സാധനം? പുളി. ഞാൻ കുറച്ച് പുളി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ ഇച്ചിരി ഗ്രേവി കൂടുതലുണ്ട്. ഉള്ളി, അടുത്ത ഉള്ളി. ഓക്കെ, രണ്ടുപേരും ഉള്ളി ഇട്ടേക്കുവാണ്. സവാള. ഓക്കെ, റെഡി. ഒരു പാട്ട്, ഒരു 4 വരി പാട്ട്. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ രാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ കാര്യം പറഞ്ഞോണ്ടാ. നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തെ വേണ്ട നിർത്താം. നല്ല ബോൾഡ് ആയിട്ടുള്ള വോയിസ്. ചേച്ചി എന്നെ പറ്റി പാടായിരുന്നു, ഈ ഷെഫിനെ പറ്റി. എന്നാലും
അതെ, ഈ ഇല ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഇല മുറിച്ച സമയത്ത് ഷെഫിന്റെ ഇല എടുക്കട്ടെ. ഷെഫ് ഈ ഇതിട്ടിട്ടില്ല. ഏത് ഇതിന്റെ പേരെന്നാ? മോശമല്ലേ ഷെഫ് ഇതിന്റെ പക്ഷെ ഇതും ഞരമ്പ്. ഇതിന്റെ പക്ഷെ മെയിൻ ഞരമ്പ്, ചെറിയ ചെറിയ ഞരമ്പല്ല, മെയിൻ നട്ടലിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ കാണിച്ചത്. അതല്ല, കറിവേപ്പിലയുടെ നമ്മള് തണ്ടും കൂടെ ഒക്കെ ഇടാറില്ല, അതുപോലെ ഞാൻ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഷെഫ് എന്തൊക്കെ ഇട്ടു. ഇങ്ങനെ ഇടുവല്ലേ, അതിന് സമയം തരുന്നില്ലല്ലോ, മുറിക്കുന്നു ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്താണ് രണ്ട് കറിയുടെ അവസ്ഥ ഒന്ന് പറയൂ. കറിയല്ല, റോസ്റ്റ്. സോറി, റോസ്റ്റിന്റെ അവസ്ഥ എന്താണ്? റോസ്റ്റിന്റെ അവസ്ഥ എന്താണ്? അവസ്ഥ എന്താണ് കുട്ടി പറയൂ. എന്റെ റോസ്റ്റിൽ ഇച്ചിരി വെള്ളം വറ്റാനുണ്ട്. അതെ, വെള്ളം വറ്റാനുണ്ട്. എന്റെ റെഡിയായി. അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്തിന്റെ കൂടെ കഴിക്കുന്നത്? ഞാനിനി ഉപ്പിട്ടില്ല എന്നുള്ള പരാതി ശ്രദ്ധിച്ചു നോക്കാം. എനിക്കറിയാം എന്താ ചെയ്യാൻ പോണേന്ന്. ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞു കേട്ടോ. ഉപ്പ് മേത്തോട്ടൊക്കെ ആയി. കാരണം ഇതെങ്ങാണ് ഇവിടെ നിന്ന്. പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഇടുന്നുണ്ടോ ഇനിയും? ഇപ്പോ ഇല്ല, പുളി എങ്ങനെ ഇരിക്കട്ടെ. ഉപ്പ് ഇടുന്നില്ല, പക്ഷെ പുളി ഇടുന്നുണ്ട്. ഇവിടെ നാരങ്ങയാണ് ഇട്ടത്. ഇവിടെ ഇതെന്ത് പുളിവെള്ളല്ലേ? പുളിവെള്ളം കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. എണ്ണയും ബാക്കിയുള്ള കുറച്ച് എണ്ണയും കൂടി ഇവിടെ ഇട്ടു. ചേച്ചി എണ്ണ ഇടുന്നുണ്ടോ ഇനി? ഇല്ല. ഞാനിനി തീ ഓഫ് ചെയ്യുമ്പോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു പച്ച മണം, വെളിച്ചെണ്ണയുടെ പച്ച മണം, ഗ്രീൻ കളർ. അത് നേരെ അങ്ങോട്ടാണ്. ഈ മണത്തിന് എങ്ങനെയാണ് പച്ച കളർ വന്നേ? മണത്തിന് അത് നമ്മൾ പച്ചയായ മനുഷ്യൻ എന്ന് പറയല്ലോ, പക്ഷെ മനുഷ്യൻ പച്ചയല്ലല്ലോ. അതുപോലെ തന്നെ പച്ച വെള്ളം പച്ചയാണോ? അതെ. ഓരോ കുനിഷ്ട ചോദ്യങ്ങളായിട്ട് ഇതുപോലൊന്നും ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും അവർ അനുവദിക്കാഞ്ഞിട്ടാ. അതെ ഇല്ലേ, പച്ച മണം എങ്ങനെയാ വരുന്നത്? ഇത് എന്റെ സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ ഭൂപടമാണ്. ശരി കേട്ടോ, ആ ഒരു ഷേപ്പ്. അപ്പൊ നമ്മൾ ഇനി പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗീ റൈസ് എത്തിയിട്ടുണ്ട്. ഷെഫ് പ്ലേറ്റ് ചെയ്യാണ് ആദ്യം. ഓക്കെ, ഇങ്ങനെ ഒരു കോൺ ഷെഫ് നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് മറ്റേതില്ലേ നമ്മുടെ ത്രികോണ എന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പ്ലേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ചേച്ചിയും പ്ലേറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ തേക്കില തന്നെയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ നമ്മുടെ തേക്കില ചിക്കൻ റോസ്റ്റ് പ്ലേറ്റ് ചെയ്ത് ഗീ റൈസും കൂടെ. ഇന്നും എനിക്ക് കോളാണ്. അതെ, ഇന്നും എനിക്ക് കോളാണ്. ആദ്യം നമ്മൾ ലച്ചു ചേച്ചിയുടെ ആണ് ഫുഡ് കഴിച്ചു നോക്കുന്നത്. ചോറ് എന്ത് ചെയ്യണം? നന്നായിട്ട് ചവിടിയിട്ട് എന്റെ സ്വന്തം കഴിക്കുമായിരിക്കും. അതായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇനി. ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്താഗതിയുള്ള ആൾക്കാരെ മനസ്സിൽ. ഷെഫ് പൊതുവെ അങ്ങനെയാണല്ലോ, തരുന്നു പറഞ്ഞിട്ട് നേരെ തന്നെ കഴിക്കും. ഉരുട്ടണം മോനെ. കപ്പലടിക്കാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആദ്യം ആർക്കാ കൊടുക്കുന്നത്? അതല്ലേ ഇപ്രാവശ്യം നോക്കാതെ. എനിക്ക് അതിന് കുഴപ്പമില്ല, അത് ചേച്ചിക്ക് കൊടുക്കാം. ആണോ? ഞാൻ പറഞ്ഞോട് പറയും, ചവച്ച് കഴിച്ചോ. സൂപ്പർ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇതാണ് ഞാനത് കഴിച്ചത്. നല്ല ഗീ റൈസും ചിക്കൻ റോസ്റ്റും. എന്തും ടേസ്റ്റാണ് അറിയാം. അതുപോലെ എനിക്ക് ഷെഫിൻ്റെത് നല്ല കുറച്ച് പുളി കൂടുതലുള്ള പോലെ, ലെമണിന്റെ ഒരു ഇത് കൂടുതലായ പോലെ. എങ്ങനെയുണ്ട്? കൈപ്പുണ്യമുള്ള കൊച്ചാ അല്ലേ? അത് പിന്നെ നമുക്ക് ആ കൈപുണ്യം കൊണ്ടാണ് ദാമ്പത്യം ഇതുവരെ
ഇനി ഏത് മലയാളി വിചാരിച്ചാലും അത് അവിടെ തന്നെ കാണും. ഇരിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഓരോരോ വാവച്ചും കൂടെ എനിക്ക് തരുവാണെങ്കിൽ തൃപ്തിയായിരുന്നു. കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, പക്ഷെ എനിക്ക് കറക്റ്റ് ഡിഫറൻസ് ആണ്. ഇതിൽ ഇച്ചിരി പുളിയുടെ ഒരു ഡിഫറൻസ് ആണ് രണ്ടിലും വരുന്നത്, പക്ഷെ എനിക്ക് എങ്ങനെ കറക്റ്റ് പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് പൊതുവേ കറികൾക്ക് പുളി അങ്ങ് ഒത്തിരി നിൽക്കണ ഇഷ്ടമല്ല. പുളി ഇച്ചിരി ഒന്നും അങ്ങനെയാണ്, ഇവർക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നത്? ഇത് ഒന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ തേക്കിലെ വേവിച്ചു അതൊക്കെ ഓക്കെ, പക്ഷെ അതിനെക്കാട്ടിലും ഇതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ടുള്ള വറ്റൽ മുളകോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ മസാല ഐറ്റംസ് ഒന്നുമില്ല. നമ്മളല്ലാണ്ട് നമ്മൾ അരോമാറ്റിക് ആയിട്ടുള്ള മസാലകൾ മാത്രമേ, ഗരം മസാലാസ് മാത്രമേ ഉള്ളൂ. എല്ലാവരും വാഴയിലല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്ന. ഞാനൊരു ചെറിയ കണ്ടിന്യൂറ്റി തരാം. ഇതിന് പകരം തേക്കലക്കകത്ത് ഇത് നമ്മൾ ബിരിയാണി പോലെ കെട്ടിയിട്ട് നമ്മൾ ആവിയിൽ ദം ചെയ്ത് കഴിച്ചാൽ നല്ല ഫ്ലേവറബിളും ആയിരിക്കും. ഈ പറയുന്ന റെഡിഷ് ഫീലിംഗ് കിട്ടും. റൈസിലേക്ക് ആ കളർ വരും. തേക്കലക്ക് ഒരു റെഡ് കളറാണ് കേട്ടോ, അത് വരും എന്തായാലും. അപ്പൊ എനിക്കിത് ചെറിയൊരു പുളിയും എന്താ പറയുക, ഉപ്പൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ട് വെക്കുമ്പോൾ സൂപ്പർ ഡിഷ്, ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ, ഇതിൽ കറിയായിട്ട് ചെയ്യത്തില്ല. ഇത് നമുക്ക് പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും ഈ ഗ്രേവി ഇല്ലാന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളി നമ്മൾ ധാരാളം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, ആ ഒരു പൊതിഞ്ഞ് നമുക്ക് കഴിക്കാനും കിട്ടുകയും ചെയ്യും. എങ്ങാനും വീട്ടിലുണ്ടാക്കാൻ സമയം കിട്ടിയില്ല, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് എന്തായാലും പാട്ടിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇവിടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഗിഫ്റ്റ് എന്നും പറഞ്ഞൊരു പണി തരും ഞങ്ങൾ. പണികളാണ് ഗിഫ്റ്റ് ആയിട്ട് വരാറുള്ളത്. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമാവും ആ ഗിഫ്റ്റ് എന്തായാലും. എന്താ വല്ല ഇതൊക്കെ തൊലികളയുടെ വെളുത്തുള്ളിയൊക്കെ വെച്ച തൊലിയാണോ ചോദിച്ചത്? നമുക്കപ്പോ ഗിഫ്റ്റ്സ് കൊടുത്താലോ? അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മേജർ പുട്ടുപൊടിയാണ്. നമ്മുടെ ഇത്തിരി പൊടിക്ക് ക്യാപ്റ്റനും മേജറും ഒക്കെ ഇപ്പൊ പുട്ടുപൊടിയുടെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. മേജർ പുട്ടുപൊടിയാണ്. അതെ, ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ടാണ് നമ്മുടെ ഇതിന്റെ മെയിൻ പ്രത്യേകത. പച്ചവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാൻ പറയേണ്ടത്. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും. അടുത്തത് റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ്സ് പുഡിംഗ് കേക്കാണ്, സ്പൈസ് കേക്കിന്റെ. അപ്പൊ അതാണ് അടുത്തത്. അടുത്ത നമ്മുടെ മുംതാസ് ഗോൾഡിന്റെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് ആണ്. നമ്മൾ പറയാലോ കേരള തനിമയുടെ റാണി എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ചേച്ചിക്ക്. അടുത്ത നമ്മുടെ സാൻസി കറി മസാലയാണ്. അപ്പൊ എല്ലാം നമ്മുടെ ജയശേട്ടനൊക്കെ ഇതൊക്കെ വെച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് സംതൃപ്തരായിട്ട് ഉണ്ടാവണം, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്തായാലും ചേച്ചി ഒത്തിരി താങ്ക് യു, ഈ എപ്പിസോഡ് വരാൻ പറ്റിയത് നല്ല രസമായിരുന്നു. എനിക്കിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം യുനോ അല്ലെങ്കിൽ പൊതുവെ ഞാനിങ്ങനെ എന്താ ഇന്ന് ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു, അധികം ഒന്നും ചെയ്യല. ചേച്ചി എല്ലാം കറക്റ്റായിട്ട് അല്ലേ, എല്ലാം ചേച്ചി തന്നെ. എല്ലാം ചേച്ചി ഒബ്വിയസ്ലി അറിയാം, നന്നായിട്ട് എത്രയോ കാലമായിട്ട് കുക്ക് ചെയ്തതാണ്. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നില്ലേ? കുറെ വിവരമായിട്ട് കലാഭവൻ മണി എന്നൊക്കെ പറഞ്ഞ ഒരു കൽപ്പന ലക്ഷ്മി എന്നറിയപ്പെടട്ടെ ഫ്യൂച്ചർ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അടുത്ത ഞായറാഴ്ച 12 മണിക്ക്. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് ലക്ഷ്മി പ്രിയ. ബൈ.